എന്റെ കാലിൽ ചെരുപ്പുണ്ട്. അതിനെന്നെ വെറുതെ അമ്പലമൊന്നും അല്ല. പോര്. അതെ, ഒരു മൊബൈൽ ഫോൺ വേണം. നോക്കിയ മതിയോ? നോക്കിയാലൊന്നും പോരാ മോനെ, വാങ്ങിച്ചു കൊടുക്കുക തന്നെ വേണം. എവൻ ഏതാ മോനെന്ന് നിങ്ങൾക്കറിയില്ല. അതല്ല ചേട്ടാ, നോക്കിയ ഫോൺ മതിയോന്നാ ചോദിച്ചത്. ഇയാള് എവിടെ നിന്ന് വരുന്നു? നോക്കിയ മാത്രല്ല, കണ്ടാലും ഫോൺ പോലെ തന്നെ ഇരിക്കണം. എന്തിനാ ഉണ്ണിക്കുട്ടൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെ? ശരിയുത്തരം പറഞ്ഞേനെ എന്നെ ഇറക്കി വിട്ടത്. ശരിയുത്തരം പറഞ്ഞു. അനിലിനോട് ചോദിച്ചു കാലക്ക് എത്ര കൊമ്പുണ്ടെന്ന്. അനില് 2 എന്ന് പറഞ്ഞു. മീനോട് ചോദിച്ചു ഒരു കയ്യിൽ എത്ര വിരലുണ്ടെന്ന്. മീന 5 എന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് ശരിയാ. നിന്നോട് എന്താ ടീച്ചർ ചോദിച്ചേ? എന്നോട് ചോദിച്ചു ക്ലാസ്സിൽ വെച്ച് ചോക്ലേറ്റ് തിന്നരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ ശരിയാ പറഞ്ഞതമ്മേ. അന്നേരം ഞാനേ 10ാമത്തെ ചോക്ലേറ്റ് തിന്നോണ്ടിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളെല്ലാവരും കോടീശ്വരന്മാരായി എന്ന് കരുതുക. നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ വേഗം. ടിൻഡോ, നീ എന്താ ഫാൻസി ഡ്രസ്സിന് പോവാണോ? എന്താണ് എഴുതാത്തത്? സോറി മാഷെ, ഒരു കോടീശ്വരനായ ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിലൊന്നും സമയം കളയാറില്ല. എന്റെ പി എഴുതി തരും. മിസ്റ്റർ ഗഫൂർ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സാർ. ഞങ്ങളുടെ കമ്പനിയിൽ മാനേജർ ആവാൻ വേണ്ട ആദ്യ യോഗ്യത GK ആണ്. അതെന്ത് പണിയാണ് സാറേ? എന്നാ പിന്നെ ആദ്യം മൂപ്പരങ്ങോട്ട് വിളിച്ചാ പോയായിരുന്നു. വെറുതെ മനസ്സിൽ ക്യൂ നിന്ന് സമയം കളഞ്ഞു. മിസ്റ്റർ ഗഫൂർ, GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. കേട്ടിട്ടേ ഇല്ല? സോറി, ഇല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരാണെന്ന് പറയാമോ? അറിയില്ല സാർ. എന്നാ ഗാന്ധിജിയെ കുറിച്ച് പറയൂ. അതും അറിയില്ല സാർ. ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെയൊരു ഇന്റർവ്യൂവിന് വന്നത്? എന്നാ പിന്നെ നിങ്ങൾ പറ. നിങ്ങൾക്ക് ലണ്ടൻ ഉസ്മാൻ അറിയോ? ഇല്ല. മത്സ്യംസൻ അറിയോ? ഇല്ല. അതും അറിയൂല. എന്നാ പ്ലാസ്റ്റിക് മൊയ്തീൻ അറിയോ? പ്ലാസ്റ്റിക് മൊയ്തു, ഇവരൊക്കെ ആരാ? അതാണ് പറഞ്ഞത്. എന്റെ ചങ്ങായിമാരൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ ചങ്ങായിമാരൊന്നും ഞമ്മക്കും അറിയില്ല.